നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കർക്കടകം രാശിയെ പറ്റിയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നാം വാരഫലം ആരംഭിച്ചത്. നല്ല പ്രതികരണം പ്രേക്ഷകരിൽ നിന്നും ഡോക്ടർ മാരാർജിക്ക് ലഭിച്ചു കഴിഞ്ഞു. പലരും ആവശ്യപ്പെട്ടു ഓരോ രാശികളുടെയും ഫലം പ്രത്യേകം പറയണമെന്ന്. അതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ ടീം ഇവിടെ നടത്തുന്നത്. നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായും ലഭിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കർക്കടകം രാശി. കർക്കടകം രാശിക്ക് ദൈവജ്ഞ എന്നൊരു ഫലമാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവം ജാനാതി ഇത് ദൈവജ്ഞ. ദൈവത്തെ അറിയുന്നവൻ ദൈവം ഭാഗ്യമാണ്. കർക്കിടക രാശിക്കാർക്ക് സ്വതവേ നല്ല ദൈവാധീനമുള്ളവർ. ഇവർ സമുദ്രതീരത്തുള്ള നഗരങ്ങളിൽ ജോലി ചെയ്യുന്നു. യാത്രികരാണിവർ. എപ്പോഴും ജലവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ ഇവർ വളരെയധികം വിജയിക്കും. പിന്നെ കർക്കിടക രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം തുടങ്ങിയ 2.25 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാകുന്നു കർക്കിടകൻ രാശി. കർക്കിടക രാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ മാന്തിയും, 5-ൽ നീചസ്ഥനായ ചന്ദ്രൻ, അഷ്ടമത്തിൽ ശനി, 9-ൽ ചൊവ്വ രാഹു, 10-ൽ ബുധൻ, 11-ൽ സൂര്യൻ, വ്യാഴം, ശുക്രൻ. ഇവിടെ കർക്കിടകൻ രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്. അതുകൊണ്ട് പുതിയ തുടക്കങ്ങൾ, പദ്ധതികൾ, ആരംഭങ്ങൾ ഇതൊക്കെ കർക്കിടക രാശിക്കാർക്കാകാം. യാത്രയാകാം. ലഗ്നാധിപനായ ചന്ദ്രൻ നീചസ്ഥനായി വൃശ്ചികത്തിൽ നിൽക്കുന്നു. നീചഗ്രഹേ അധപ്പതനം, ഒരു പതനം, വീഴ്ചയുണ്ടാകുമെന്നാണ്. അത് നല്ല വീഴ്ചയാകണം. ഈ 25-ന് ശനിയാഴ്ച ഉച്ചവരെ നീചസ്ഥനായി നിൽക്കുന്നു. അതിനുശേഷം കർക്കിടക രാശിക്കാർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. യാത്രയായാലും ധനപരമായ ഇടപെടലുകളായാലും മധ്യസ്ഥത വഹിക്കുകയാണെങ്കിലും വിവാഹ തീരുമാനങ്ങൾക്കാണെങ്കിലും 25-ന് ശേഷമുള്ള 29 വരെയുള്ള ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങളോട് ഡോക്ടർ മാരാർജി പറഞ്ഞത് സ്വതവേ സൂചിപ്പിച്ചു. ഒരു ഊർധ്വമുഖ രാശിയാണ്. ഒരു തുടക്കം, പദ്ധതി, ആരംഭം. യാത്ര പോകുന്ന വ്യക്തിക്ക് ഉയർച്ചയും പദവിയും ലഭിക്കുന്നു. ഇതിൽ ഏറ്റവും അധികം ഗുണകരമാവുക ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, മർച്ചന്റ് നേവി ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പുതുതായി പഠിക്കുന്ന കുട്ടികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖല സ്വീകരിക്കുകയാണെങ്കിൽ അത് വളരെ ഗുണകരമായി വരും. ഇപ്പോൾ +2 പരീക്ഷയ്ക്ക് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയമാണ്. ശ്രദ്ധിക്കുക, തങ്ങളുടെ ജാതകത്തിൽ ഈ പുണർദം അവസാനത്തെ 15 നാഴിക, പൂയമായില്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുധൻ ബലവാനാണെങ്കിൽ ബികോം വിത്ത് ലോജിസ്റ്റിക്സ് നല്ലൊരു മേഖലയാണ്. പെട്ടെന്ന് വിദേശത്ത് പോയി ജോലി കിട്ടാൻ അനുകൂലമാണ്. അതുകൊണ്ട് അടുത്തുള്ള ജോത്സ്യനെ കണ്ട് നിങ്ങൾ ജാതകം കാണിക്കുന്നു. നിങ്ങളുടെ ഗ്രഹങ്ങൾക്ക് സ്ഥിരരാശിയാണോ ചരരാശിയാണോ എന്തൊക്കെ മനസ്സിലാക്കുക. അതിലൂടെ പഠിക്കാൻ ശ്രമിക്കൂ. ഭാവിയിലേക്കുള്ള ആ പടവുകൾ കെട്ടിപ്പടുക്കുവാൻ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നീട് ഇവിടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു സഹോദര ഗുണം വളരെ കുറയുന്നു. കാരണം ഈ ഭാവത്തിലേക്ക് സഹോദരകാരകനായ ചൊവ്വയുടെ ദൃഷ്ടി അത്ര നല്ലതല്ല. ഭവേൻ നാദിമശാലക സോദരോവ, മൂത്ത ഭ്രാതാക്കൾക്ക് സമയദോഷം എന്ന് പറഞ്ഞു. കുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗേ. തുച്ഛലാഭ, പല കർമ്മങ്ങളും ചെയ്താൽ ലാഭം കുറയും. വിഭാഗേ തുച്ഛലാഭ, അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് അവസാനം കണക്ക് കൂട്ടുമ്പോൾ ലാഭം വളരെ കുറയും, ചതിക്കപ്പെടും. ശ്രദ്ധിക്കുക, അത് സംഘർഷത്തിലേക്ക് നീങ്ങും. 9-ലെ ചൊവ്വ ധർമ്മേഘവാൻ എന്നാണ്. വളരെ വാശിയും വൈരാഗ്യവും നമ്മൾ നഷ്ടപ്പെടുമ്പോൾ പ്രകടിപ്പിക്കും. അത് നല്ല ഒരു സംഘട്ടനത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതാണ്. വളരെ ശ്രദ്ധിക്കുക. കാരണം കർക്കിടക രാശിക്ക് ഒരു സ്വഭാവമുണ്ട്. സമയദിശ വശം സാമ്ന. സ്നേഹത്തിലൂടെ മാത്രമേ കർക്കിടക രാശിക്കാരെ നമുക്ക് വശീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ വളരെയധികം വയലൻ്റ് ആവും. സാമദാന ഭേദദണ്ഡത്തിൽ സാമമാർഗത്തിലൂടെ മാത്രം വശപ്പെടുത്താൻ കഴിയുന്നവരാണ് കർക്കിടകൻ രാശിക്കാർ. എപ്പോഴും അത് ശ്രദ്ധിക്കണം. കർക്കിടകൻ രാശിക്കാരെ പറ്റി അവരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് സന്താന ശ്രേയസ്സിന് വളരെ അനുകൂലമായ സമയമാണ്. സന്താനങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്, വിദ്യാഭ്യാസം, ഇപ്പം LLBക്ക് പഠിക്കേണ്ടുന്ന കുട്ടികൾക്ക് അതിന് യോഗ്യതയുണ്ടെങ്കിൽ സഹകരിക്കുന്നു. 10-ലെ ബുധൻ. 10-ലെ ബുധനെ പറ്റി
മജിസ്ട്രേറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിൽ. പിന്നീട് 11 സൂര്യൻ, വ്യാഴം, ശുക്രൻ, ഇതൊക്കെ സന്താന വിഷയത്തിൽ വളരെ ഗുണം വരും. തൻ്റെ മക്കൾക്ക് മക്കളാവാൻ കാത്തിരിക്കുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ശുഭസൂചകങ്ങളായ വാർത്തകൾ ലഭിക്കും. 11-ാം ഭാവത്തിൽ വ്യാഴമാണ്. നിജാത്മജാഹ, തൻ്റെ മക്കളുടെ മക്കളെ കാണാൻ കഴിയുമെന്നാണ്. അതേ രീതിയിൽ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് സന്താന വിഷയത്തിലേക്ക് അനുകൂലമായ സമയമാണ് ഈ വാരം. അതുകൊണ്ട് മൈഥുന വിഷയത്തിലൊക്കെ നല്ല ദിനങ്ങൾ നോക്കണം. പഴയകാലത്ത് ശുഭദിനങ്ങളും ശുഭമുഹൂർത്തങ്ങളൊക്കെ നോക്കിയിരുന്നു നല്ല സന്താനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി. ഇന്ന് ജ്യോതിഷം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ആലോചിച്ച് നല്ല മുഹൂർത്തവും ശാന്തി മുഹൂർത്തവും ഒക്കെ നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദാമ്പത്യത്തിൽ അത്ര സ്വസ്ഥത ലഭിക്കണമെന്നില്ല. വിവാഹ തീരുമാനത്തിന് ഭാഗ്യാധിപനായ വ്യാഴത്തിന്റെ വിശേഷ ദൃഷ്ടിയുണ്ട് 7-ാം ഭാവത്തിൽ. ലഗ്നാൽ പുത്രകളത്രപേ ശുഭോതി പ്രാപ്തേ അഥവാ ആലോകിതേ. ഭാഗ്യാധിപനായ വ്യാഴം 5-ാം ഭാവത്തിൽ നോക്കുമ്പോൾ നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നു. 7-ാം ഭാവത്തിൽ നോക്കുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് വൈവാഹിക സമയത്തിന് ഈ വാരം വളരെ അനുകൂലമാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ പാർഷ്യൽ സെപ്പറേഷൻ, താൽക്കാലികമായി അകന്നു നിൽക്കുക, അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഫാമിലി ലൈഫിൽ വരുന്ന വാരമാണിത്. സ്വതവേ കർക്കിടകൻ രാശിക്കാർക്ക് ശനി അഷ്ടമത്തിലാണ്. അത് ദാമ്പത്യത്തിൻ്റെ പ്രയാസങ്ങളെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ വാരം വ്യാഴത്തിൻ്റെ ദൃഷ്ടി കോംപ്രമൈസിന് ശ്രമിക്കുന്ന ദമ്പതികൾക്ക് വളരെ അനുകൂലമാണ്. അതിനായി ശ്രമിച്ചാൽ വളരെ ഗുണപരമായ ഒരവസ്ഥ സംജാതമാകുന്നതാണ്. സാമ്പത്തിക വിഷയത്തിൽ വലിയ ക്ലേശങ്ങളില്ലാതെ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാകുന്ന വാരമാണിത്. ചിട്ടി, കുറികൾ ലേലം വിളിക്കുവാനും ലോട്ടറി ലക്കിനും അനുകൂലമായ സമയമാണ്. എപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ലഭിക്കും? ഈ രാശിപ്രകാരം 23 മുതൽ 25-ാം തീയതി വരെ ഒരു കാര്യങ്ങളും ശുഭത്വമുള്ളത് ചെയ്യാതിരിക്കുക. യാത്രയായാലും ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ധനപരമായ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും അനുകൂലമായ സമയം കർക്കിടകൻ രാശിക്കാർക്ക് 27-ാം തീയതി തിങ്കളാഴ്ച 4 മണിക്ക് ശേഷവും 29-ാം തീയതി ബുധനാഴ്ച പൂർണ്ണമായും തിരുവോണവും അവിട്ടവുമാണ്. 29-ാം തീയതി ബുധനാഴ്ച സമസപ്തമ രാശിയാകുന്നു മകരൻ രാശി. ആ ദിനങ്ങൾ ശുഭകാര്യങ്ങൾക്കും മേൽ സൂചിപ്പിച്ച ലോട്ടറി സംബന്ധമായ വിഷയമായാലും ചിട്ടി പിടിക്കാനായാലും വളരെ അനുകൂലമാണ്. പരിഹാരമായി നിർദ്ദേശിക്കുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദേഹമുട്ടി ചെയ്യുക. ശനിയാഴ്ച അഷ്ടമശനി ഉള്ളതുകൊണ്ട് ശരിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രം അടുത്തുള്ളവർക്ക് അവൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം. ശത്രുദോഷം മാറാൻ ഗത ഒപ്പിക്കൽ ചെയ്യാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും സുശോഭനമായ ഒരു വാരത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.